ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ടോപ്പിക്കിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് രണ്ട് രീതിയുണ്ട്. ഒന്ന് നമുക്ക് റിയാക്ട് ചെയ്യാം, മറ്റൊന്ന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. രണ്ടും ഇംഗ്ലീഷ് ലെറ്റർ ആറിൽ തുടങ്ങുന്നതാണ്. റിയാക്ഷൻ, റെസ്പോൺസ്. റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ്, കാരണം നമുക്കതിനെ ഫേസ് ചെയ്ത് വരുന്നുള്ളൂ ഇപ്പോൾ ഏതായാലും ശരി. അപ്പോൾ ചില അവസരങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യും, ചിലത് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അത് നമ്മൾ പല അവസരങ്ങളിലും മാറിയും മറിഞ്ഞും ഇങ്ങനെ തന്നെ ചെയ്യുമായിരിക്കാം. ചില വ്യക്തികൾ റെസ്പോണ്ട് ചെയ്യും, ചില വ്യക്തികൾ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ലൈഫിലെ സിറ്റുവേഷൻസിനെ, കണ്ടീഷൻസിനെ നമ്മൾ ഫേസ് ചെയ്യുക, നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് മാനേജ് ചെയ്തേ വരത്തില്ല. നമുക്ക് മാനേജ്മെൻറ്റ് അഭാവമാണ് എല്ലായിടത്തും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ബെറ്ററായിട്ടുള്ള മാനേജ്മെൻറ്റ്, അതിപ്പോൾ എന്ത് തന്നെയല്ല ശരി, നമ്മുടെ ചോയ്സിനെ ആയാലും ശരി, നമ്മുടെ ഡിസിഷൻസിനെ ആയാലും ശരി, നമ്മുടെ ടൈമിനെ ആയാലും ശരി, നമ്മുടെ എനർജി ആയാലും ശരി, ഈ പറഞ്ഞ നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന കണ്ടീഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാം, മിസ്മാനേജ് ചെയ്യാം, ഇല്ലേ? യൂസ് ചെയ്യുക, അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ എന്തുവായാലും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചെറുതും വലുതായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ നമുക്ക് പോയേ വരണം. ചിലത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, ചിലത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, കൂടുതലും അൺപ്രഡിക്റ്റബിളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, കണ്ടീഷൻസ് എല്ലാം തരുന്നത്. കാരണം നമുക്കങ്ങനെ പ്രഡിക്റ്റബിലിറ്റി ചാൻസ് വളരെ കുറവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ. എന്നുവെച്ചാൽ നമുക്ക് മുന്നേ കൂട്ടി കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മളതുമായിട്ട് ഫേസ് ടു ഫേസ് വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, റിയാക്ഷൻ മോഡൽ വേണോ റെസ്പോൺസ് മോഡൽ വേണോ നമ്മളതിനെ മാനേജ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള ഒരു ടോപ്പിക്കിൻ്റെ കോർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ചില മനുഷ്യർ നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടെണ്ണത്തിനെയും നമുക്ക് റിയാക്ഷനെ നമുക്ക് നെഗറ്റീവെന്നും റെസ്പോൺസിനെ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതിന് നമുക്ക് പോസിറ്റീവായിട്ടും കണക്കാക്കി കഴിഞ്ഞാൽ, റിയാക്ഷൻ ഒരു നെഗറ്റിവിറ്റിയാണ്, റെസ്പോൺസ് ഒരു പോസിറ്റിവിറ്റിയാണ്. റിയാക്ട് ചെയ്യുക നമ്മൾ പറയുമ്പോൾ അതെപ്പോഴും നമ്മൾ ഇമോഷണലി ആയിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. വളരെ പെട്ടെന്നായിരിക്കും നമ്മൾ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായി നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. ഒന്നുകിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, എന്ന് പറഞ്ഞാൽ നമ്മൾ YEL അല്ല ഇംഗ്ലീഷല്ലേ, ദേഷ്യപ്പെടുക, നമ്മൾ ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ നമ്മൾ കേട്ടില്ല, പൊട്ടിത്തെറിക്കാൻ നമ്മൾ പറ്റും. റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു തോട്ട്ഫുള്ളായിട്ടുള്ളൊരു ബിഹേവിയറിൽ കൂടി നമ്മളതിനെ കൈകാര്യം ചെയ്യുക. തൽക്കാലം ഒന്ന് അടങ്ങുക, അതിനെ ചിന്തിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ എല്ലാ അവസരങ്ങളിലും ഈ പറഞ്ഞ ഈ വൺ സൈസ് ഡസ് ഫിറ്റ് ഓൾ എന്നുള്ള ഉണ്ടൊരു, എന്നുവെച്ചാൽ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒരുപോലെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുപോലെ നമുക്ക് ഒരു വ്യക്തിക്ക് റിയാക്ട് ചെയ്യാനോ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റത്തില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു വ്യക്തി വീട്ടിലെ മെമ്പേഴ്സിനോട്, ഫാമിലി മെമ്പേഴ്സിനോട് ചിലപ്പം വളരെ ഷൗട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുകയും ബഹളം വെക്കുകയും എന്ത് കണ്ടാലും പൊട്ടിത്തെറിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി ചിലപ്പോൾ വെളിയിലിറങ്ങി പോലീസ് തിരിച്ച് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ പോലീസിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ പോലീസ് നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു സമീപനം നടത്തുമ്പോഴോ നമ്മൾ ചിലപ്പം റിയാക്ട് ചെയ്തില്ലായിരിക്കും, നമ്മൾ വളരെ കാമൻ കോറ്റായിട്ട് നിൽക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ഈ രണ്ട് സൈഡും, പ്രത്യേകിച്ച് റിയാക്ഷൻ എന്നുള്ള സൈഡ് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം പല മനുഷ്യർ അതെല്ലാം നോക്കിയും കണ്ടുമൊക്കെ തീർച്ചയായിട്ടും പുറത്തിറങ്ങി സമൂഹത്തിലിറങ്ങി ഈ ടൂൾസൊക്കെ ഉപയോഗിക്കാറുള്ളൂ. എന്നിരുന്നാൽ തന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു വശത്തിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ, അവസ്ഥകളെ ഒക്കെ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയേ ചെയ്യാവൂ, റിയാക്ട് ചെയ്യരുത്. കാരണം റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി ഡ്രിവൺ ആയിരിക്കും എപ്പോഴും. ഇമോഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഇമോഷൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ഇമോഷൻ ഇല്ലാത്ത ഒരു ഹ്യൂമൻ ബീയിങ് പോലും ഇല്ല. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യത്തിലുള്ളൂ. ഹ്യൂമൻ ബീയിങ്സിന് ഇമോഷൻസ് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിവിടെ തീർച്ചയായിട്ടും പ്രതിപാദിക്കുന്നില്ല. പക്ഷേ ഇമോഷൻസ് എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, ഇനി ജീവിക്കാൻ പോകുന്ന
എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഇമോഷൻസ് ഉണ്ടാകും, വികാരങ്ങളുണ്ടാകും. വികാരങ്ങൾ പലതരത്തിലുണ്ട്, നമുക്കറിയാം. ഇപ്പം നമ്മുടെ ദേഷ്യമുണ്ട്, നമുക്ക് സുഖം, സന്തോഷം, അല്ലെങ്കിൽ അങ്ങനെ ദുഃഖം, ഇല്ലേ? അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മനസ്സിൻ്റെ വേദന, അങ്ങനെ പല തരത്തിലുള്ള തലങ്ങളിൽ കൂടെ നമ്മുടെ ഇമോഷൻസ് പോകുന്നുണ്ട്. അപ്പം ഇമോഷൻസ് എല്ലാ വ്യക്തികൾക്കും ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഒരു വ്യക്തിക്ക് സ്നേഹം ഉണ്ടാകാം, എല്ലാവരുടെ ഉണ്ടാകണമെന്നില്ല, മറ്റു ചില ആൾക്കാരുടെ ഉണ്ടാകാം. ഒരു വ്യക്തിക്ക് ദേഷ്യമുണ്ടാകാം, ഒരു വ്യക്തിക്ക് പിന്നെ മറ്റു തരത്തിലുള്ള അത്യാഗ്രഹം ഉണ്ടാകാം, ഗ്രീഡി ആയിരിക്കാം, ഇല്ലേ? ചിലർ വളരെ ജനറസ് ആയിരിക്കാം. അപ്പം നമ്മുടെ ഇമോഷൻസിൻ്റെ തലമൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എല്ലാ മനുഷ്യരും ഇമോഷണലാണ്, ഐദർ വൺ വേ ഓർ അനദർ വേ, ഇല്ലേ? ഒരു രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിൽ എല്ലാവരും ഇമോഷണലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇമോഷനകത്ത് തന്നെ നമുക്ക് ഹെൽത്തി ഇമോഷൻസ് ഉണ്ട്, അൺഹെൽത്തി ഇമോഷൻസ് ഉണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അനാരോഗ്യപരമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ഇമോഷണൽ ആകരുത്, അല്ലെങ്കിൽ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അൺഹെൽത്തി പാർട്ട് ഓഫ് ഇമോഷനാണ് നമ്മൾ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ. ഇനിയും ഏത് ഇമോഷനും എക്സസീവ് ആയിക്കഴിഞ്ഞാൽ, വളരെ കൂടുതലായി കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് നല്ലതായാലും ചീത്തയായാലും ശരി. ഇപ്പോൾ സ്നേഹം തന്നെ അമിതമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ, ഇല്ലേ? കരുണ അമിതമായിട്ടുള്ള കരുണയാണെങ്കിൽ, ദയ അമിതമായിട്ടുള്ള ദയയാണെങ്കിൽ, അതുപോലെ മറുഭാഗത്തും അമിതമായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള അത്യാഗ്രഹം ഒക്കെ തന്നെ എല്ലാം എക്സസ്സിലേക്ക് പോവുകയാണെങ്കിൽ, അമിതമായിട്ടുള്ളൊരു മെഷറിലേക്ക് പോവുകയാണെങ്കിൽ, എക്സ്റ്റെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതും വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇമോഷൻസ് ഹെൽത്തി ഉണ്ട്, അൺഹെൽത്തി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അൺഹെൽത്തി ഇമോഷൻ്റെ ബേസിലേക്ക് എപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അനാരോഗ്യപരമായിട്ടുള്ള ഇമോഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾക്ക് റിയാക്ഷൻ എന്നുള്ളൊരു ബിഹേവിയറാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാക്കാവുന്ന കോൺസിക്വൻസേ ഉള്ളൂ തീർച്ചയായിട്ടും. അതിൽ എന്നുവെച്ചാൽ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന കോൺസിക്വൻസാണ് ഇതെല്ലാം പറയുന്നത്. നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും, ഇപ്പം നമ്മൾ വീട്ടിൽ റിയാക്ട് ചെയ്യുന്ന പോലെ പുറത്ത് പോയി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് വളരെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കത്തില്ല, നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കത്തില്ല. അതിൻ്റെ കോൺസിക്വൻസ് വരാഴികൾ എന്നുള്ളത് വീട്ടിലെ മെമ്പേഴ്സാണ് ചിലപ്പോൾ അവർ ടോളറേറ്റ് ചെയ്യുമായിരിക്കും, അവർ ബിയർ ചെയ്യുമായിരിക്കും. നമ്മുടെ റിയാക്ഷണറി ബിഹേവിയർ, അല്ലേ? റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു ട്രെയ്റ്റ്, ക്വാളിറ്റി ഉള്ളൊരു ബിഹേവിയറിൽ ഒരു പേഴ്സണാലിറ്റിയാണ് നമുക്കുള്ളതെങ്കിൽ അത് നമ്മളെ ഏറെക്കുറെയൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതിനകത്ത്. കാരണം നമുക്ക് ഏതൊരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോകുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട്, തോട്ട്ഫുള്ളായിട്ട്, ഇല്ലേ? ഹെൽത്തി ഇമോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതിനെ ആശ്രയിച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. അപ്പം നമുക്കെപ്പോഴും റെസ്പോൺസീവ്നെസ് ആണ് ഫേവറബിൾ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിയാക്ഷണറി ബിഹേവിയർ ആയിരിക്കത്തില്ല. കാരണം റിയാക്ഷണറി ബിഹേവിയർ നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് പോവുകയും അതിൻ്റെ കോൺസിക്വൻസ് ഒരുപക്ഷെ നമുക്ക് വീണ്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി വെക്കുന്ന തരത്തിലൊക്കെ ആയിരിക്കും. അതിന് നമുക്ക് വീണ്ടും മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ജീവിതത്തിൽ ഏതവസ്ഥകളിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാലും നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റിയാക്റ്റ് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ ലൈഫിൽ, നമ്മുടെ ഫാമിലി ലൈഫിലും ഇത് വളരെ അത്യാവശ്യമാണ്. ഫ്രണ്ട്ഷിപ്പിലും റിലേഷൻഷിപ്പിലും, ഏത് തരത്തിലുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പിലും നമുക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കെപ്പോഴും. അത് ലോജിക്കിനെ ബേസ്ഡ് ആയിരിക്കും, വിസ്ഡത്തെ ബേസ്ഡ് ആയിരിക്കും, വളരെ തോട്ട്ഫുള്ളായിരിക്കും. നമ്മൾ ഒന്ന് വെയിറ്റ് ആൻഡ് സീ എന്നൊക്കെയുള്ളൊരു പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസിഷൻസിനെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുകയോ മാറ്റി വെക്കുകയൊന്നും ചെയ്യരുത്. പക്ഷേ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി രണ്ടും രണ്ടാണ്. ഒന്ന് റിയാക്ട് ചെയ്യുക പറഞ്ഞാൽ ഇമോഷണലി ഡ്രിവൺ ആണ്, ഇമോഷണലി ബേസ്ഡ് ആണ്. മറ്റേത് ലോജിക്കലി ഡ്രിവൺ ആയിരിക്കും, ലോജിക്കലി ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഏതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്? നമുക്കെപ്പോഴും ലോജിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ കാണുന്ന പല ഈ ക്രൈമുകളും കുറ്റകൃത്യങ്ങളും ഒക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷണറി മോഡിൽ ആൾക്കാർ അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം പെട്ടെന്നുള്ള വാക്ക് തർക്കത്തിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകിൽ ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങളായാലും ശരി, അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ തന്നെ ആയിരിക്കും മർഡറിലും അല്ലെങ്കിൽ അതുപോലുള്ള വലിയൊരു ക്രൈമിലും ഒക്കെ ചെന്ന് അവസാനിക്കുന്നത് വ്യക്തികൾക്കിടയിലുള്ള. അപ്പോൾ അത് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ടാണ്.
റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ടല്ല. റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും അത്തരം ഹീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹീനമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വാക്കാലും പ്രവൃത്തിയാലും. അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ വഴക്കിടുമ്പോൾ തീർച്ചയായിട്ടും ദേ ആർ റിയാക്ടിങ്, ദേ ആർ റെസ്പോണ്ടിങ്. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ വി ആർ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന അൺഹെൽത്തി ഇമോഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിളിച്ച് പറയുന്നതിനകത്തിൽ നിന്ന് യാതൊരു സത്യവും കാണത്തില്ല, ലോജിക്കും കാണത്തില്ല. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ബേസിൽ വളരെ മൃഗീയമായിട്ടുള്ളൊരു തലത്തിൽ നിന്നുണ്ടായിരിക്കും നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടാണ്. അത് നമ്മൾ ലെസ് ലോജിക്കലായതുകൊണ്ടാണ് ഹെവിലി അല്ലെങ്കിൽ എക്സസീവ് ഇമോഷൻ, അൺഹെൽത്തി ഇമോഷനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനൊരു സംഭവ വികാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏത് സർക്കംസ്റ്റാൻസിലും, ഏത് സിറ്റുവേഷനിലും, ഏത് കണ്ടീഷനിലും, ഏത് പരിസ്ഥിതിയിലും, ഏത് സാഹചര്യത്തിലും നമ്മളെ റെസ്പോണ്ട് ചെയ്യുവാൻ വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഇത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളിലും ഇത് നമുക്ക് അനുയോജ്യമാണോ, ഫേവറബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായൊരു ഉത്തരം പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ടു ദ എക്സ്റ്റെൻറ്റ് മാക്സിമം പോസിബിൾ, കഴിയുന്നത്ര നമ്മൾ നേരിടുന്ന സിറ്റുവേഷൻസ്, കണ്ടീഷൻസിനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഫലം അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമ്മളെയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ ജീവിതത്തെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ റെസ്പോൺസീവ്നെസ്, അത് തന്നെയാണല്ലോ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു വാക്കുകൊണ്ടും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ, ഏബിൾ ടു റെസ്പോണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഉത്തരവാദിത്വം നമ്മൾ മലയാളത്തിൽ പറയുക തന്നെയും ഏബിൾ ടു റെസ്പോണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് വി ആർ റിയാക്ടിങ്. ആ റിയാക്ഷനിൽ കൂടെ ഉണ്ടാക്കി വെക്കുന്ന കോൺസിക്വൻസ് ഒരുപക്ഷെ നമുക്ക് ഫർദർ നമുക്കതിനെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാനോ സാധിക്കത്തില്ല. ദാറ്റ് മേക്സ് അവർ ലൈഫ് മോർ കോംപ്ലിക്കേറ്റഡ്. നമ്മുടെ ലൈഫിലെ കണ്ടീഷൻസിനെ വീണ്ടും ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കി, സങ്കീർണം ഉള്ളതാക്കി തീർക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സങ്കീർണതകൾ കൂടുന്നതാണോ നല്ലത്, അതോ സങ്കീർണതകൾ കുറയ്ക്കുന്നതാണോ നല്ലത്? നമ്മുടെ ജീവിതത്തിൽ സങ്കീർണതകൾ കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ജീവിതത്തിൽ മെൻ്റൽ പീസ് ഇല്ലാതിരിക്കുന്നതാണോ നല്ലത്? മെൻ്റൽ പീസ്, മാനസിക മനസ്സമാധാനം നമുക്ക് ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ വി ഷാൽ റെസ്പോണ്ട് അല്ലേ, നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. വി ഷുഡ് നോട്ട് റിയാക്ട് ചെയ്യരുത്. കാരണം നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മറുസൈഡിൽ നിൽക്കുന്ന വ്യക്തി അതിനേക്കാളും ശക്തമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ജീവിതത്തിൽ ഉള്ളത്. അതുകൊണ്ട് ഓൾവേസ് ലേൺ ടു റെസ്പോണ്ട്, ട്രെയിൻ യുവർ സെൽഫ് ടു റെസ്പോണ്ട് ടു സിറ്റുവേഷൻസ്, ഏത് തരത്തിലുള്ള അവസ്ഥകളായാലും ശരി. കാരണം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. നമ്മുടെ അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കും. ഒരു ദിവസം നമ്മുടെ അവസ്ഥ ഹെൽത്ത് പ്രശ്നമായിരിക്കും, മറ്റേ ദിവസം നമ്മുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും, മറ്റേ ദിവസം നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കും, വേറെ ദിവസം നമ്മുടെ കരിയർ ബേസ്ഡ് ഇഷ്യൂ ആയിരിക്കും, ഇല്ലേ? അങ്ങനെ പല രീതിയിൽ നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും നമുക്കതിൽ. ചിലപ്പോൾ നമുക്ക് മെൻ്റൽ ട്രബിൾസ് ആയിരിക്കാം, ഫിസിക്കൽ ട്രബിൾസ് ആയിരിക്കാം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മളെ അലട്ടുന്നത്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ അലട്ടുന്നത്. നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് കാണാം, ഫാമിലിക്ക് വെളിയിലുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ പ്രോബ്ലംസ് കാണാം, ജോലി സ്ഥലത്ത് പ്രോബ്ലംസ് കാണാം. അങ്ങനെ പല കാര്യങ്ങളിൽ പല കണ്ടീഷൻസ് ആയിരിക്കും ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസിലെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിക്കണമെങ്കിൽ, റിസൾട്ട് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ നേരിടുന്ന സാഹചര്യത്തെ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ശീലിക്കുക, പഠിക്കുക, ശ്രമിക്കുക, റിയാക്ട് ചെയ്യാതിരിക്കുക. അത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഇനിയും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് മറ്റ് വീഡിയോകളിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.